ചോദ്യം നോക്കാം. കുട്ടിയുടെ പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം? വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇൻഫ്ലുവൻസസ് ദ ലേണിംഗ് ഓഫ് ദ ചൈൽഡ്? കുട്ടിയുടെ പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം? പഠിതാവിൻ്റെ സന്നദ്ധത, റെഡിനെസ് ഓഫ് ദ ലേണർ. പഠിതാവിൻ്റെ അഭിപ്രേരണ, മോട്ടിവേഷൻ ഓഫ് ദി ലേണർ. പഠിതാവിൻ്റെ പരിപക്വത, മെച്ചുറേഷൻ ഓഫ് ദി ലേണർ. ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം, അതായത് ഓൾ ഓഫ് ദി എബവ്. ഇതിലേതാണ് ശരി എന്നാണ് ചോദ്യം. കുട്ടിയുടെ പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ ഇതിലെല്ലാം തന്നെ കുട്ടിയുടെ പഠനത്തെ സ്വാധീനിക്കും. അഥവാ അതുകൊണ്ട് ഡി ആണ് ഉത്തരം. മുകളിൽ പറഞ്ഞവയെല്ലാം അഥവാ പഠിതാവിൻ്റെ സന്നദ്ധത, പഠിതാവിൻ്റെ അഭിപ്രേരണ, പഠിതാവിൻ്റെ പരിപക്വത, ഇതൊക്കെ തന്നെ ഇതിനെ ബാധിക്കുന്നതാണ്, കുട്ടിയുടെ പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അതുകൊണ്ട് ഡി ആണ് ഉത്തരം. സൈക്കോളജിയുമായി ബന്ധപ്പെട്ട വിശദമായ ക്ലാസ്സുകൾ നേരത്തെ തന്നെ നമ്മൾ ഉസ്താദ് യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അവിടെ നമ്മൾ പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ നമുക്ക് 3 വിഭാഗത്തിൽ പെടുത്താൻ സാധിക്കും. അതിലൊന്നാമത്തത് വ്യക്തിയുമായി ബന്ധപ്പെട്ടതാണ്. അതിനെ വൈയക്തിക ചരങ്ങൾ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ വാരിയബിൾസ് എന്ന് പറയും. ഇപ്പം നമ്മുടെ ചോദ്യത്തിൽ വന്നിട്ടുള്ളത് വ്യക്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. വ്യക്തിയുടെ പരിപക്വത, വ്യക്തിയുടെ അഭിപ്രേരണ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ചോദ്യത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ 3 വിഭാഗത്തിൽ ഒന്നാമത്തെ വിഭാഗമായ വ്യക്തിയുമായി ബന്ധപ്പെട്ടതുമായി ആണ് ഈ ചോദ്യത്തിൻ്റെ ബന്ധം. രണ്ടാമത്തേത് പാഠ്യവസ്തുവുമായി ബന്ധപ്പെട്ടതാണ്. അതിനെ പാഠ്യചരങ്ങൾ എന്നാണ് പറയുക. ഇംഗ്ലീഷിൽ ടാസ്ക് വാരിയബിൾസ് എന്ന് പറയും. മൂന്നാമതായി പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകം പഠനതന്ത്രങ്ങളുമായി ബന്ധപ്പെട്ടവയാണ്. അതിനെ പഠനതന്ത്രചരങ്ങൾ അഥവാ മെത്തേഡ് വാരിയബിൾസ് എന്നാണ് പറയുക. ഇൻഡിവിജ്വൽ വാരിയബിൾസ്, ടാസ്ക് വാരിയബിൾസ്, മെത്തേഡ് വാരിയബിൾസ്. അപ്പോൾ ഇതിനൊക്കെ ഓരോന്നിനും ഓരോരോ ഘടകങ്ങളായിട്ട് വേറെയുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ വേറെയുണ്ട്. അപ്പോൾ ഒന്നാമത്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള 3 കാര്യങ്ങളാണ് നമ്മുടെ ചോദ്യത്തിൽ വന്നിട്ടുള്ളത്. രണ്ടാമത്തെ ചോദ്യം, മറവിയുമായി ബന്ധപ്പെട്ട വക്രം ആരുടെ സംഭാവനയാണ്? മറവിയുമായി ബന്ധപ്പെട്ട വക്രം ആരുടെ സംഭാവനയാണ്? ഹു എമംഗ് ദ ഫോളോയിങ് പുട്ട് ഫോർവേഡ് ദ കർവ് ഓഫ് ഫോർഗെറ്റിംഗ്? കർവ് ഓഫ് ഫോർഗെറ്റിംഗ് അഥവാ മറവിയുമായി ബന്ധപ്പെട്ട വക്രം ആരുടെ സംഭാവനയാണ്? എ, എറിക് എച്ച് എറിക്സൺ. ബി, എബിൻഗോ. സി, അറ്റ്കിൻസൺ. ഡി, മാക്ലെലാൻഡ്. ഉത്തരം ബി ആണ്, എബിൻഗോ. എബിൻഗോസിൻ്റെതാണ് മറവിയുമായി ബന്ധപ്പെട്ട വക്രം അഥവാ കർവ് ഓഫ് ഫോർഗെറ്റിംഗ്. മറവിയുമായി ബന്ധപ്പെട്ട നമ്മുടെ ക്ലാസ്സിൽ ഇക്കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. ഇതാണ് അദ്ദേഹത്തിൻ്റെ കർവ് ഓഫ് ഫോർഗെറ്റിംഗ്. ഇവിടെ 2 അക്ഷരങ്ങൾ നമുക്ക് കാണാം. ഒന്നാമത്തെ അക്ഷരത്തിൽ ടൈം എലാപ്സ്ഡ് ഇൻ ഡേയ്സ് എന്ന് കാണാം. അതായത് എത്ര ദിവസം, ഒരു ദിവസം, 2 ദിവസം, 3 ദിവസം, അങ്ങനെ ദിവസങ്ങളുടെ എണ്ണം ഒരു മാസം വരെ കൊടുത്തിരിക്കുകയാണ്. അടുത്ത അക്ഷരത്തിൽ പേഴ്സൺ ഫോർഗോട്ടൺ, എത്ര ശതമാനം മറക്കുന്നു എന്നതിൻ്റെ കണക്കാണ്. ഇപ്പോൾ ഒരു ദിവസം ആകുമ്പോൾ എത്ര മറന്നു, 2 ദിവസം ആകുമ്പോൾ എത്ര മറന്നു എന്നതിൻ്റെ കണക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് കാണാം, തുടക്കത്തിൽ വളരെ പെട്ടെന്ന് ആളുകൾ കുറേ കാര്യങ്ങൾ മറന്നു പോകുന്നുണ്ട്. പിന്നെ അത് ഒരു സ്ഥിരമായ ലെവലിലേക്ക് എത്തിച്ചേരുന്നു എന്നൊക്കെ നമുക്കിത് നോക്കിയാൽ കാണാം. ഇതാണ് അദ്ദേഹം വരച്ച കർവ് ഓഫ് ഫോർഗെറ്റിംഗ്. മൂന്നാമത്തെ ചോദ്യം, 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ മൗലിക അവകാശമായി വിദ്യാഭ്യാസം മാറിയത് നമ്മുടെ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ മൗലിക അവകാശമായി വിദ്യാഭ്യാസം മാറിയത് നമ്മുടെ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? എ, ആർട്ടിക്കിൾ 21A. ബി, ആർട്ടിക്കിൾ 45. സി, ആർട്ടിക്കിൾ 31. ഡി, ആർട്ടിക്കിൾ 51. ഉത്തരം എ ആണ്, ആർട്ടിക്കിൾ 21A. നാലാമത്തെ ചോദ്യം,
ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് പഠിക്കുന്ന വിദ്യാലയത്തിൽ ആൺകുട്ടികളെ കൊണ്ട് മാത്രം അസംബ്ലി സംഘടിപ്പിക്കുന്നത് ഏതിനുള്ള ഉദാഹരണമാണ്? ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് പഠിക്കുന്ന ഒരു വിദ്യാലയത്തിൽ ആൺകുട്ടികളെ കൊണ്ട് മാത്രം അസംബ്ലി സംഘടിപ്പിക്കുന്നത് ഏതിനുള്ള ഉദാഹരണമാണ്? എ. വ്യക്തിവ്യത്യാസം അഥവാ ഇൻഡിവിജ്വൽ ഡിഫറൻസ്. ബി. ലിംഗസമത്വം ജെൻഡർ ഈക്വാലിറ്റി. സി. ലിംഗവിവേചനം അഥവാ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. ഡി. ലിംഗ സ്ഥിര രൂപീകരണം ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിംഗ്. ഉത്തരം സി ആണ്, ലിംഗവിവേചനം അഥവാ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. സി ആണ് ഉത്തരം. ചോദ്യം നമ്പർ 5. നഖം കടിക്കൽ, തലചൊറിയൽ, അക്രമാസക്തി, ഒളിച്ചോട്ടം എന്നിവ ലോവർ പ്രൈമറി ക്ലാസ്സിലെ ഒരു കുട്ടി സ്ഥിരമായി പ്രകടിപ്പിക്കുന്ന ചില സ്വഭാവങ്ങളാണ്. അവൻ ഒരു നഖം കടിക്കൽ, തലചൊറിയൽ, അക്രമാസക്തി, ഒളിച്ചോട്ടം എന്നിവ ലോവർ പ്രൈമറി ക്ലാസ്സിലെ ഒരു കുട്ടി സ്ഥിരമായി പ്രകടിപ്പിക്കുന്ന ചില സ്വഭാവങ്ങളാണ്. അവൻ ഒരു എ. അപസമായോജനമുള്ള കുട്ടിയാണ് അഥവാ മാൽ അഡ്ജസ്റ്റഡ് ആണ്. ബി. സമായോജനമുള്ള കുട്ടിയാണ് അഥവാ വെൽ അഡ്ജസ്റ്റഡ് ആണ്. സി. പഠന വൈകല്യമുള്ള കുട്ടിയാണ് അഥവാ ലേണിംഗ് ഡിസാബിൾഡ് ആണ്. ഡി. പ്രതിഭാധനനായ കുട്ടിയാണ് അഥവാ ഗിഫ്റ്റഡ് ചൈൽഡ് ആണ്. ഉത്തരം എ ആണ്, അപസമായോജനമുള്ള കുട്ടിയാണ് അഥവാ മാൽ അഡ്ജസ്റ്റഡ് ആയ കുട്ടിയാണ്. നഖം കടിക്കുന്നതും തല ചൊറിയുന്നതും അക്രമാസക്തി, ഒളിച്ചോട്ടം ഇവയൊക്കെ അപസമായോജനമുള്ള കുട്ടികളിലാണ് നമുക്ക് കാണാൻ സാധിക്കുക അഥവാ മാൽ അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളിൽ. ഉത്തരം എ ആണ്. 6ാമത്തെ ചോദ്യം. വൈഗോട്സ്കിയുടെ അഭിപ്രായത്തിൽ കുട്ടികളുടെ വികാസവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? വൈഗോട്സ്കിയുടെ അഭിപ്രായത്തിൽ കുട്ടികളുടെ വികാസവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? എ. കുട്ടിയുടെ വികാസം ആദ്യം വ്യക്തിതലത്തിലും പിന്നീട് സാമൂഹ്യ തലത്തിലും സംഭവിക്കുന്നു. ചൈൽഡ്സ് ഡെവലപ്മെന്റ് occurs ഫസ്റ്റ് അറ്റ് ഇൻഡിവിജ്വൽ ലെവൽ ആൻഡ് ലേറ്റർ അറ്റ് സോഷ്യൽ ലെവൽ. ബി. കുട്ടിയുടെ വികാസം ആദ്യം സാമൂഹ്യ തലത്തിലും പിന്നീട് വ്യക്തിതലത്തിലും സംഭവിക്കുന്നു. ചൈൽഡ്സ് ഡെവലപ്മെന്റ് occurs ഫസ്റ്റ് അറ്റ് സോഷ്യൽ ലെവൽ ആൻഡ് ലേറ്റർ അറ്റ് ഇൻഡിവിജ്വൽ ലെവൽ. സി. കുട്ടിയുടെ വികാസത്തിൽ സാമൂഹ്യ തലത്തിന് നേരിയ പ്രാധാന്യമാണുള്ളത്. സോഷ്യൽ ലെവൽ ഹാസ് ലീസ്റ്റ് ഇമ്പോർട്ടൻസ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് ചൈൽഡ്. കുട്ടിയുടെ വികാസത്തെ സ്വാധീനിക്കുന്നത് സാമൂഹ്യ തലം മാത്രമാണ്. സോഷ്യൽ ലെവൽ എലോൺ ഇൻഫ്ലുവൻസസ് ദ ഡെവലപ്മെന്റ് ഓഫ് ദ ചൈൽഡ്. അപ്പൊ ഇതിൽ ഏതാണ് ശരി? ഇതിൽ ഉത്തരം ബി ആണ്. കുട്ടിയുടെ വികാസം ആദ്യം സാമൂഹ്യ തലത്തിലും പിന്നെ വ്യക്തിതലത്തിലും സംഭവിക്കുന്നു എന്നാണ് വൈഗോട്സ്കി പറയുന്നത്. അപ്പോൾ ഉത്തരം ബി ആണ്. വൈഗോട്സ്കിയുടെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്ന തിയറി വളരെ പ്രധാനപ്പെട്ടതാണ്. മലയാളത്തിൽ പറഞ്ഞാൽ സാമൂഹിക വിജ്ഞാന സൃഷ്ടി സിദ്ധാന്തം. ഇത് വിശദമായിട്ട് കൊണ്ട് നമ്മൾ വിശദീകരിച്ച ക്ലാസ് ഉസ്താദ് യൂട്യൂബ് ചാനലിലുണ്ട്. അത് നിർബന്ധമായും കാണണം, കാണാത്തവരുണ്ടെങ്കിൽ. കാരണം ഈ ഭാഗത്തു നിന്നുള്ള ഒരു ചോദ്യം ഏതാണ്ട് എല്ലാ പരീക്ഷകളിലും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. 7ാമത്തെ ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കുട്ടികളിലെ വിവ്രജന ചിന്താശേഷി വളർത്താൻ ഉതകാത്ത ചോദ്യം ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ കുട്ടികളിലെ വിവ്രജന ചിന്താശേഷി വളർത്തുവാൻ ഉതകാത്ത ചോദ്യം ഏത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് വിൽ നോട്ട് ലീഡ് ദ ചിൽഡ്രൻ ഇൻ ഡെവലപ്പിംഗ് ഡൈവർജന്റ് തിങ്കിങ്? അപ്പോൾ വിവ്രജന ചിന്താശേഷി എന്നതിൻ്റെ ഇംഗ്ലീഷാണ് ഡൈവർജന്റ് തിങ്കിങ്. ഇവിടെ 4 ചോദ്യങ്ങൾ കൊടുത്തിരിക്കുകയാണ്. ഇതിൽ കുട്ടികളിൽ ഈ ഡൈവർജന്റ് തിങ്കിങ് വളർത്താൻ ഉതകാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. നമുക്ക് വായിച്ചു നോക്കാം ചോദ്യങ്ങൾ. എ. വനം കൊണ്ടുള്ള വ്യത്യസ്ത ഉപയോഗങ്ങൾ എന്തെല്ലാം? വനം അഥവാ ഫോറസ്റ്റ് കൊണ്ടുള്ള വ്യത്യസ്ത ഉപയോഗങ്ങൾ എന്തെല്ലാം? ബി. ന്യൂസ് പേപ്പറിന്റെ ഉപയോഗങ്ങൾ എന്തെല്ലാം? സി.
സസ്യങ്ങൾ ഓക്സിജൻ ഉൽപാദനം നിർത്തിയാൽ എന്ത് സംഭവിക്കും? ഡി. റേഡിയോ കണ്ടുപിടിച്ചതാര്? അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ തന്നെ ഈ 4 ചോദ്യങ്ങളിൽ ഏതോ ഒരു ചോദ്യം മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമാണോ? അത് അല്ലേ, കണ്ടാൽ തന്നെ ഡി എന്ന ചോദ്യം മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് കാണാം. റേഡിയോ കണ്ടുപിടിച്ചതാര്? അതിനൊരൊറ്റ ഉത്തരേ ഉള്ളൂ, ഒരു ഫൈനൽ സൊല്യൂഷൻ അല്ലെ, ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. എന്താണ്? അയാളുടെ പേരങ്ങോട്ട് പറയാം. അല്ലാണ്ട് അതിൽ വേറൊന്നും ചിന്തിക്കാനോ വേറെന്തെങ്കിലും ഒന്ന് കണ്ടെത്താനോ ഒന്നുമില്ല. ആളുടെ പേര് അതങ്ങോട്ട് പറയാം. എന്നാ മറ്റുള്ള ഉദാഹരണങ്ങൾ, മറ്റുള്ള ചോദ്യങ്ങൾ നോക്കൂ. എ, ബി, സി. വനം കൊണ്ടുള്ള വ്യത്യസ്ത ഉപയോഗങ്ങൾ എന്തെല്ലാം? കുട്ടി കാണാപ്പാഠം പഠിച്ചു പറയുകയല്ല, മനപ്പാഠമാക്കി പറയുകയല്ല. മനപ്പാഠമാക്കിയ പുസ്തകങ്ങളിൽ ചിലത് കുട്ടി മനപ്പാഠമാക്കിയിട്ട് പറയാം, മനപ്പാഠമാക്കാതെ കുട്ടിക്ക് ആലോചിച്ചിട്ടും പറയാം. പലവിധ ഉപയോഗങ്ങൾ ഉണ്ടാവും. ആ വിവിധ തരം ഉപയോഗങ്ങളെ പറ്റിയിട്ട് കുട്ടി ആലോചിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ന്യൂസ് പേപ്പറിന്റെ ഉപയോഗങ്ങൾ എന്തെല്ലാം? ഓക്സിജൻ ഉൽപാദനം സസ്യങ്ങൾ നിർത്തിയാൽ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? ആ കുട്ടി പലതരം അല്ലെ എന്തെല്ലാം സംഭവിക്കും തന്നെ കുട്ടി വളരെ വിശദമായിട്ട് ആലോചിക്കുകയാണ്. എന്നാൽ റേഡിയോ കണ്ടുപിടിച്ചത് ആരെന്ന് പറയുമ്പോൾ അതിനൊരൊറ്റ ഉത്തരമുള്ള, അതിലൊന്നും ചിന്തിക്കേണ്ടതില്ല. ഒന്നുകിൽ അതറിയാം അല്ലെങ്കിൽ അറിയില്ല. പ്രത്യേകിച്ച് ചിന്തിച്ചൊന്നും പറയേണ്ട കാര്യമല്ല അതിൽ. അപ്പൊ ഇത് ഡി എന്നത് വ്യത്യസ്തമാണ് എന്ന് നമുക്ക് പരിശോധിച്ചാൽ തന്നെ കാണാൻ സാധിക്കും. ഇവിടെ ഉത്തരം ഡി ആണ്. 8ാമത്തെ ചോദ്യം. കുട്ടികളിലെ സംസാരിക്കുവാനും എഴുതുവാനുമുള്ള കഴിവ് വർദ്ധിപ്പിക്കുവാനായി ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക കുട്ടികളിലെ സംസാരിക്കുവാനും എഴുതുവാനുമുള്ള കഴിവ് വർദ്ധിപ്പിക്കുവാനായി ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക കുട്ടികളെ എ. കഥ പറച്ചിലിൽ പങ്കെടുപ്പിക്കുന്നു, ബി. റെക്കോർഡ് ചെയ്ത നാടകങ്ങൾ കേൾപ്പിക്കുന്നു, സി. സ്വതന്ത്ര സംഭാഷണത്തിന് അവസരം നൽകുന്നു, ഡി. മുകളിൽ പറഞ്ഞവയെല്ലാം. അപ്പൊ കുട്ടികളുടെ സംസാരിക്കാനും എഴുതുവാനുമുള്ള കഴിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഈ പറഞ്ഞതിൽ ഏതൊക്കെയാണ് ഒരു അധ്യാപികക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് ചോദ്യം. കഥ പറച്ചിലിൽ പങ്കെടുപ്പിക്കാം അല്ലെ, അത് പറയാനുള്ള കുട്ടിയുടെ കഴിവ് വർദ്ധിപ്പിക്കും. റെക്കോർഡ് ചെയ്ത നാടകങ്ങൾ കേൾപ്പിക്കുക, ശരിയാണ്, അതും കുട്ടിയെ സംസാരിക്കുവാനൊക്കെ പ്രേരിപ്പിക്കും. സ്വതന്ത്ര സംഭാഷണത്തിന് അവസരം നൽകുന്നു, അപ്പോൾ സംസാരിക്കാനുള്ള കുട്ടിയുടെ കഴിവ് കൂടുകയാണ് അതുവഴി ചെയ്യുക. അപ്പോൾ ഇത് 3ഉം പറ്റും. അപ്പോൾ അതാണ് ഡിയിൽ പറയുന്നത്, മുകളിൽ പറഞ്ഞവയെല്ലാം. അപ്പോൾ ഇവിടെ ഉത്തരം ഡി ആണ്. മുകളിൽ പറഞ്ഞവയെല്ലാം തന്നെ സംസാരിക്കുവാനും എഴുതുവാനുമുള്ള കഴിവ് വർദ്ധിപ്പിക്കാനായിട്ട് കുട്ടികൾക്ക് അധ്യാപിക നിർദ്ദേശിക്കാവുന്നതാണ്, അല്ലെങ്കിൽ എങ്ങനെ ചെയ്തു കൊടുക്കാവുന്നതാണ്. 9ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കുട്ടിയുടെ വികസനത്തെ സ്വാധീനിക്കുന്ന പാരിസ്ഥിതിക ഘടകങ്ങളിൽ പെടാത്തത് ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ കുട്ടിയുടെ വികസനത്തെ സ്വാധീനിക്കുന്ന പാരിസ്ഥിതിക ഘടകങ്ങളിൽ പെടാത്തത് ഏതാണ്? Which of the following is not an environmental factor that influence the development of the child? എ. സമസംഘങ്ങൾ, പിയർ ഗ്രൂപ്പ്, ബി. പാരമ്പര്യ വിശ്വാസങ്ങൾ, ട്രഡീഷണൽ ബിലീവ്സ്, സി. ക്രോമോസോമുകൾ, ഡി. സമൂഹം. ഇതിലേതാണ് പാരിസ്ഥിതിക ഘടകങ്ങളിൽ പെടാത്തത് അഥവാ എൻവയോൺമെന്റൽ ഫാക്ടറുകളിൽ പെടാത്തത് എന്നതാണ് ചോദ്യം. അപ്പൊ ഇത് നമുക്ക് ഉത്തരം കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ പോലും കണ്ടെത്താവുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ സമസംഘങ്ങൾ എന്ന് പറഞ്ഞാൽ കൂട്ടുകാർ എന്ന് പറയാം, പാരമ്പര്യ വിശ്വാസങ്ങൾ, സമൂഹം, ഇത് 3 നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഒരു വ്യക്തിയിൽ ഒതുങ്ങിയ കാര്യങ്ങളല്ല അത്. എന്നാൽ ക്രോമോസോം എന്ന് പറഞ്ഞാൽ ഒരാളുടെ ജീനിലുള്ളതാണ് അല്ലെ, അത് അയാൾ ഉള്ളിലുള്ള കാര്യങ്ങളാണ്. മറ്റൊക്കെ അയാളുടെ ഉള്ളിലുള്ള കാര്യങ്ങളല്ല, അദ്ദേഹത്തിന് ചുറ്റുവട്ടമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ക്രോമോസോമുകൾ എന്നതാണ് പാരിസ്ഥിതിക ഘടകങ്ങളിൽ പെടാത്തത്. ഇത് പരിശോധിച്ചാൽ തന്നെ നമുക്ക് എളുപ്പം, ഇത് അറിയില്ലെങ്കിൽ പോലും നമുക്ക് ഇങ്ങനെ ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ക്രോമോസോം ഒരാളുടെ ജീനിൽ ഉള്ളതാണ്, അയാളുടെ ഉള്ളിലുള്ളതാണ്. എന്നാൽ കൂട്ടുകാർ, വിശ്വാസങ്ങൾ, പാരമ്പര്യ വിശ്വാസങ്ങൾ, സമൂഹം, ഇതൊന്നും അയാളുടെ ഉള്ളിലുള്ളതല്ലല്ലോ, അയാളുടെ ചുറ്റുവട്ടത്തുള്ളവയാണ്.
അതുകൊണ്ട് അവയാണ് പാരിസ്ഥിതിക ഘടകങ്ങൾ. അതിൽ പെടാത്തത് ക്രോമസോമുകളാണ്. അപ്പോൾ സി ആണ് ഉത്തരം. 10ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ കുട്ടിയുടെ ഭാഷാ വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകം ഏതാണ്? താഴെ പറയുന്നവയിൽ കുട്ടിയുടെ ഭാഷാ വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകം ഏതാണ്? കുട്ടിയുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് അഥവാ ഭാഷാ വികസനം, അതിനെ സ്വാധീനിക്കുന്ന ഘടകം ഏതാണെന്ന ചോദ്യം. എ, കുടുംബാന്തരീക്ഷം. ബി, കുട്ടിയുടെ മാനസിക വികാസം. സി, കുട്ടിയുടെ പക്വതാക്രമം. ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. കുടുംബാന്തരീക്ഷം പ്രധാനപ്പെട്ടതാണ്. കുട്ടിയുടെ മാനസിക വികാസവും പ്രധാനപ്പെട്ടതാണ്. കുട്ടിയുടെ പക്വതാക്രമം പ്രധാനപ്പെട്ടതാണ്. അഥവാ മുകളിൽ പറഞ്ഞവയെല്ലാം തന്നെ കുട്ടിയുടെ ഭാഷാ വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകമാണ്. കുടുംബാന്തരീക്ഷം, വീട്ടിൽ മറ്റൊരാളില്ല, കുട്ടി മാത്രമേ ഉള്ളൂ. കുട്ടിക്ക് സംസാരിക്കാൻ അവസരം വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ ഭാഷാ വികസനം കുറയും. എന്നാൽ വീട്ടിൽ ഒരുപാട് കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടിക്ക് എപ്പോഴും സംസാരിക്കാൻ ഒരുപാട് പേരുണ്ടാകും. സ്വാഭാവികമായിട്ടും ആ കുട്ടിയുടെ ഭാഷ നന്നായി വികസിക്കും. അതുപോലെ കുട്ടിയുടെ മാനസിക വികാസം അതും പ്രധാനപ്പെട്ടതാണ്. അതുപോലെ കുട്ടിയുടെ പക്വതാക്രമവും. അപ്പോൾ ഇതൊക്കെ തന്നെ നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഉത്തരം ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. 11ാമത്തെ ചോദ്യം, കുട്ടികളിൽ അഭിപ്രേരണ ഉണ്ടാക്കുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ചോദക വ്യതിയാനം ഒരു അധ്യാപകന് അല്ലെങ്കിൽ അധ്യാപികക്ക് സ്വീകരിക്കാം? കുട്ടികളിൽ അഭിപ്രേരണ ഉണ്ടാക്കുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ചോദക വ്യതിയാനം ഒരു അധ്യാപകന് അല്ലെങ്കിൽ അധ്യാപികക്ക് സ്വീകരിക്കാം? ഈ ചോദക വ്യതിയാനം എന്ന വാക്ക് ഒരു പക്ഷേ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതായിരിക്കാം. അതിന് സാധാരണ ഇംഗ്ലീഷിൽ സ്റ്റിമുലസ് വേരിയേഷൻസ് എന്നാണ് പറയുക. അപ്പോൾ കുട്ടികളിൽ അഭിപ്രേരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു അധ്യാപികക്ക് അല്ലെങ്കിൽ അധ്യാപകന് സ്വീകരിക്കാവുന്ന സ്റ്റിമുലസ് വേരിയേഷൻസ് അഥവാ ചോദക വ്യതിയാനങ്ങൾ ഏതെല്ലാം? ഇതിൽ ഏതാണ് അധ്യാപകന് സ്വീകരിക്കാൻ പറ്റുക? എ, അധ്യാപകന്റെ അല്ലെങ്കിൽ അധ്യാപികയുടെ ചലനം അഥവാ മൂവ്മെന്റ്. ബി, അധ്യാപകന്റെ അല്ലെങ്കിൽ അധ്യാപികയുടെ അംഗവിക്ഷേപങ്ങൾ അഥവാ ജസ്റ്റേഴ്സ് ഓഫ് ദ ടീച്ചർ. സി, സ്ഥിതി വ്യതിയാനങ്ങൾ ചേഞ്ചസ് ഇൻ പോസ്റ്റേഴ്സ്. ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം ഓൾ ഓഫ് ദി എബവ്. ഏതാണ് ഉത്തരം? അധ്യാപകന് സ്വന്തം ചലനത്തിലൂടെ അഥവാ മൂവ്മെന്റിലൂടെ കുട്ടിയിൽ അഭിപ്രേരണ ഉണ്ടാക്കാൻ സാധിക്കും. രണ്ടാമത്തത് അംഗവിക്ഷേപങ്ങൾ അഥവാ ജസ്റ്റേഴ്സ്, അതും വഴി സാധിക്കും. സി, സ്ഥിതി വ്യതിയാനങ്ങൾ അഥവാ ചേഞ്ചസ് ഇൻ പോസ്റ്റേഴ്സ്, അതും പറ്റും. അപ്പോൾ ഇവിടെ ഉത്തരം ഡി ആണ്. ഈ മുകളിൽ പറഞ്ഞവയെല്ലാം തന്നെ കുട്ടികളിൽ അഭിപ്രേരണ ഉണ്ടാക്കാൻ ഒരു അധ്യാപകന് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഡി ആണ് ഉത്തരം, മുകളിൽ പറഞ്ഞവയെല്ലാം. 12ാമത്തെ ചോദ്യം, സങ്കലിത വിദ്യാഭ്യാസം നടപ്പിലാക്കുവാൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെ പദ്ധതികൾ നടപ്പിലാക്കണം? സങ്കലിത വിദ്യാഭ്യാസം നടപ്പിലാക്കുവാൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെ പദ്ധതികൾ നടപ്പിലാക്കണം? Which among the following strategies can be used for promoting inclusion? എ, രക്ഷിതാക്കളെ സ്കൂൾ പ്രവർത്തനങ്ങളിൽ വോളണ്ടിയർ ആക്കുക. ബി, ബഹു ഇന്ദ്രിയ രീതി സ്വീകരിക്കുക. സി, കുട്ടികൾക്ക് എന്ത് ചെയ്യുവാൻ കഴിയും എന്നതിന് പ്രാധാന്യം നൽകുക. ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. ഒന്നുകൂടി വായിക്കാം. രക്ഷിതാക്കളെ സ്കൂൾ പ്രവർത്തനങ്ങളിൽ വോളണ്ടിയർ ആക്കുക. ബി, ബഹു ഇന്ദ്രിയ രീതി സ്വീകരിക്കുക. സി, കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നതിന് പ്രാധാന്യം നൽകുക. ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. അപ്പോൾ സങ്കലിത വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ഇതിൽ ഏതൊക്കെ പദ്ധതികൾ നടപ്പിലാക്കണം എന്നാണ് ചോദ്യം. അപ്പോൾ ഉത്തരം ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. പറഞ്ഞതെല്ലാം തന്നെ സങ്കലിത വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നടപ്പിലാക്കേണ്ടവയാണ്. അപ്പോൾ ഡി ആണ് ഉത്തരം, മുകളിൽ പറഞ്ഞവയെല്ലാം അഥവാ ഓൾ ഓഫ് ദി എബവ് എന്നതാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. 13ാമത്തെ ചോദ്യം,
അബ്രഹാം മാസ്ലോയുടെ സിദ്ധാന്തപ്രകാരം മമത, സ്വീകരണം, ഭാഗമാവൽ എന്നിവ ഏത് ആവശ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അബ്രഹാം മാസ്ലോയുടെ സിദ്ധാന്തപ്രകാരം മമത, സ്വീകരണം, ഭാഗമാവൽ എന്നിവ ഏത് ആവശ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അബ്രഹാം മാസ്ലോയുടെ ഹൈറാർക്കി ഓഫ് നീഡ്സ് നമ്മൾ പഠിച്ചതാണ്. അതിൽ അഫെക്ഷൻ, ആക്സെപ്റ്റൻസ്, ബിലോങ്ങിങ്നെസ് തുടങ്ങിയവയൊക്കെ ഏത് ആവശ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം. എ, സ്നേഹത്തിനു വേണ്ടിയുള്ള ആവശ്യം അഥവാ ലവ് നീഡ്സ്. ബി, വൈജ്ഞാനിക ആവശ്യം അഥവാ കൊഗ്നിറ്റീവ് നീഡ്സ്. സി, അഭിമാന ബോധവുമായി ബന്ധപ്പെട്ട ആവശ്യം സെൽഫ് എസ്റ്റീം നീഡ്സ്. ഡി, ശാരീരിക ആവശ്യം അഥവാ ഫിസിയോളജിക്കൽ നീഡ്സ്. ഉത്തരം എ ആണ്, സ്നേഹത്തിന് വേണ്ടിയുള്ള ആവശ്യം, ലവ് നീഡ്സ്. ലവ് നീഡ്സിൽ പെട്ടതാണ് അഫെക്ഷൻ, അക്സെപ്റ്റൻസ്, ബിലോങ്ങിങ്നെസ് എന്നിവ. അപ്പോൾ എ ആണ് ഉത്തരം. ഇത് പറയുമ്പോൾ അബ്രഹാം മാസ്ലോവിൻ്റെ സിദ്ധാന്തം കൂടി നമ്മൾ ഓർത്ത് വെക്കുന്നത് എന്തുകൊണ്ട് ഗുണം ചെയ്യും? അബ്രഹാം മാസ്ലോവിൻ്റെ ഹൈറാർക്കി ഓഫ് നീഡ്സ് ആണ് നമ്മൾ ഈ കാണുന്നത്, അഭിപ്രേരണാക്രമം. ഇതിൻ്റെ ഇംഗ്ലീഷ് പദങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് മലയാളവും ഇംഗ്ലീഷും കൂടി മനസ്സിലാക്കി വെക്കുന്നത് തീർച്ചയായും ഉപകാരപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ഇംഗ്ലീഷ് പദങ്ങൾ ഞാൻ ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഇത് പറഞ്ഞു തുടങ്ങേണ്ടത്, ഈ ത്രികോണം പറഞ്ഞു തുടങ്ങേണ്ടത് അടിയിൽ നിന്നാണ്. അതായത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം, അടിസ്ഥാനപരമായ ആവശ്യം ശാരീരികമായ ആവശ്യങ്ങളാണ്. ശാരീരികമായ ആവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങൾ. അപ്പോൾ അതാണ് മനുഷ്യൻ്റെ ഏറ്റവും പ്രധാന ആവശ്യം. ആദ്യം മനുഷ്യന് കിട്ടേണ്ടത് അതാണ്. അത് പൂർത്തീകരിക്കപ്പെടണം. അതിന് ഇംഗ്ലീഷിൽ ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയും. അത് കഴിഞ്ഞാൽ ഭക്ഷണമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് സ്വയം രക്ഷയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളാണ് അഥവാ സേഫ്റ്റി നീഡ്സ്. അതും പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ മനുഷ്യന് സ്നേഹം, സ്വന്തം എന്ന ബോധം അഥവാ ലവ്, ബിലോങ്ങിങ്നെസ് ഈ ആവശ്യങ്ങൾ ഉണ്ടായിത്തീരും. പിന്നെയാണ് മനുഷ്യന് അഭിമാനവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ ഉണ്ടാവുന്നത്, എസ്റ്റീം നീഡ്സ്. ഏറ്റവും അവസാനം ആത്മയാഥാർത്ഥ്യവൽക്കരണം അഥവാ സെൽഫ് ആക്ച്വലൈസേഷൻ. അപ്പോൾ ഇതാണ് അബ്രഹാം മാസ്ലോവിൻ്റെ ഹൈറാർക്കി ഓഫ് നീഡ്സ്. ഇവിടെ ഇപ്പോൾ നമ്മളെ ചോദ്യം ഇതുമായി ബന്ധപ്പെട്ടതാണ്. ഇതാണിപ്പോൾ നമ്മൾ പറഞ്ഞത്, ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ്. ഇതുമായി ബന്ധപ്പെട്ട 3 ഘടകങ്ങളെ കുറിച്ചാണ് നമ്മുടെ ചോദ്യത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അത് നമുക്കൊന്നുകൂടി നോക്കാം. ഇവിടെ ആദ്യത്തെ 3 ആവശ്യങ്ങൾ മാത്രമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുകയാണ്. അല്പം വലുതായി കാണുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ് എന്ന ആവശ്യത്തിൽ നോക്കൂ, എന്തെല്ലാം കാര്യങ്ങൾ അതിൽ പെടുന്നു? റിസീവിങ് ആൻഡ് ഗിവിങ് ലവ്, സ്നേഹം കൊടുക്കുകയും വാങ്ങുകയും. പിന്നെ അഫെക്ഷൻ, ട്രസ്റ്റ്, അക്സെപ്റ്റൻസ്, അഫിലിയേറ്റിംഗ്, ബീയിങ് പാർട്ട് ഓഫ് എ ഗ്രൂപ്പ്, ഫാമിലി, ഫ്രണ്ട്സ്, വർക്ക്. ഇതൊക്കെ ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ് എന്നതിൻ്റെ ഭാഗമാണ്. മനുഷ്യൻ്റെ 3ാമത്തെ ആവശ്യം ഇതാണ്. അപ്പോൾ ഇത് ചോദ്യം അഫെക്ഷൻ, അക്സെപ്റ്റൻസ്, ബിലോങ്ങിങ്നെസ് ഇതൊക്കെ ഏതിൽ പെടുന്നു എന്നതാണല്ലോ ചോദ്യം. അപ്പോൾ ലവ് നീഡ്സിലാണ് അത് പെടുന്നത്. ഓക്കെ, വളരെ സിമ്പിളാണ്. ഇനി 14ാമത്തെ ചോദ്യം. 5ാം തരത്തിൽ പഠിക്കുന്ന അമൃതയും ആശ്നയും അവരുടെ 12ാമത് പിറന്നാൾ കഴിഞ്ഞ ആഴ്ച ആഘോഷിച്ചു. അവരിരുവരുടെയും മാനസിക വയസ്സ് 12 ആണെങ്കിൽ IQ എത്ര? അമൃത ആൻഡ് ആശ്ന സ്റ്റഡിയിങ് in 5th standard celebrated their 12th birthday last week. If their mental age is 12, what will be their IQ? അപ്പോൾ IQ എത്ര എന്നതാണ് ചോദ്യം. അമൃതയും ആശ്നയും 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു, 12 വയസ്സായി അഥവാ 12ാമത്തെ പിറന്നാൾ ആഘോഷിച്ചു എന്നാണ്, 12 വയസ്സായി. അവരുടെ മാനസിക വയസ്സ് അഥവാ മെൻ്റൽ ഏജ് 12 ആണ്. അപ്പോൾ രണ്ടും 12 തന്നെ. അവരുടെ ശരിക്കുള്ള വയസ്സും 12 ആണ്, മെൻ്റൽ ഏജും 12 ആണ്. എങ്കിൽ IQ എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ A 100, B 60, C 80, D 120. ഉത്തരം A ആണ് ഉത്തരം. 100 എന്നാണ് ഉത്തരം.
അപ്പോൾ ചോദ്യം, IQ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? IQ കണ്ടെത്താനുള്ള വഴി എങ്ങനെയാണ്? ഇതാണ് അതിൻ്റെ സൂത്രവാക്യം. IQ ഈസ് ഈക്വൽ ടു MA/CA × 100. ഇത് ചെയ്താൽ നമുക്ക് IQ കണ്ടെത്താം. എന്താണ് MA എന്നാൽ? MA എന്നത് മെന്റൽ ഏജ് എന്നതിൻ്റെ ചുരുക്ക രൂപമാണ്. മാനസിക പ്രായം എന്ന് പറഞ്ഞില്ലേ, മെന്റൽ ഏജ്, അതാണ് MA. CA എന്നാൽ ക്രൊണോളജിക്കൽ ഏജ്, അതായത് സാധാരണ നമ്മൾ വയസ്സ് എന്ന് പറയുന്ന അതുണ്ടല്ലോ, അതാണ് ക്രൊണോളജിക്കൽ ഏജ്. അതിനെ 100 കൊണ്ട് ഗുണിക്കുക, അപ്പോൾ IQ കിട്ടും. ഇവിടെ നമ്മൾ പറഞ്ഞ ചോദ്യത്തിൽ 12 വയസ്സാണ് മാനസിക വയസ്സ് എന്ന്, 12 മെന്റൽ ഏജ്, അതുപോലെ 12 അവരുടെ യഥാർത്ഥ വയസ്സ്. 12ാമത്തെ ജന്മദിനം അവർ ആഘോഷിച്ചു എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ 12 തന്നെയാണ് ഇൻറ്റു 100. അപ്പോൾ നമ്മൾ ഈ 12നെ ഈ 12 അങ്ങ് വെട്ടാൻ പറ്റും. അപ്പോൾ 1 എന്ന് ഇടും, മുകളിൽ 1 താഴെ 1, 1/1 എന്ന് പറഞ്ഞാൽ 1. 1 × 100, 100, 100. അപ്പോൾ 100 എന്നാണ് ഉത്തരം വന്നിരിക്കുന്നത്. അത് തന്നെയാണല്ലോ നമ്മൾ നേരത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് IQ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. 15ാമത്തെ ചോദ്യം, 5, 10, 15 എന്നീ ക്രമത്തിൽ സ്കോറുകൾ കരസ്ഥമാക്കിയ കുട്ടികൾക്ക് മാത്രം ക്ലാസ്സിൽ വെച്ച് അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക നക്ഷത്ര അടയാളങ്ങൾ നൽകി. ഇവിടെ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക സ്വീകരിച്ചത് 5, 10, 15 എന്നീ ക്രമത്തിൽ സ്കോറുകൾ കരസ്ഥമാക്കിയ കുട്ടികൾക്ക് മാത്രം ക്ലാസ്സിൽ വെച്ച് അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക നക്ഷത്ര അടയാളങ്ങൾ നൽകി. ഇവിടെ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക സ്വീകരിച്ചത്, in a classroom a teacher is giving star mark to only those students who had scored 5, 10, 15 scores respectively. Here teacher is adopting a തുടർച്ചയായ പ്രബലന പദ്ധതി continuous reinforcement schedule. B നിശ്ചിത ഇടവേള പ്രബലന പദ്ധതി fixed interval reinforcement schedule. C നിശ്ചിത അംശബന്ധ പ്രബലന പദ്ധതി ഫിക്സഡ് റാഷ്യോ റീഇൻഫോഴ്സ്മെന്റ് ഷെഡ്യൂൾ. ഡി ചഞ്ചല അംശബന്ധ പ്രബലന പദ്ധതി വാരിയബിൾ റാഷ്യോ റീഇൻഫോഴ്സ്മെന്റ് ഷെഡ്യൂൾ. ഇവിടെ ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം സി ആണ്. നിശ്ചിത അംശബന്ധ പ്രബലന പദ്ധതി അഥവാ ഫിക്സഡ് റാഷ്യോ റീഇൻഫോഴ്സ്മെന്റ് ഷെഡ്യൂൾ. 5, 10, 15 എന്നിങ്ങനെ ക്രമത്തിൽ സ്കോറുകൾ നേടിയ കുട്ടികൾക്ക് മാത്രം നക്ഷത്രത്തിൻ്റെ ചിഹ്നിട്ട് കൊടുക്കുക. അപ്പോൾ അതിനെന്ത് പറയും? അങ്ങനെയാണ് ഒരു അധ്യാപിക ചെയ്യുന്നതെങ്കിൽ അതിനെ ഫിക്സഡ് റാഷ്യോ റീഇൻഫോഴ്സ്മെന്റ് ഷെഡ്യൂൾ, മലയാളത്തിൽ പറഞ്ഞാൽ നിശ്ചിത അംശബന്ധ പ്രബലന പദ്ധതി എന്നാണ് പറയുക. സി ആണ് ഉത്തരം.